ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ റീൻ സ്റ്റോക്കിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് തേങ്ങ ചേർത്തിട്ടുള്ള ഒരു ജ്യൂസാണ്. സെപ്റ്റംബർ 2 നാളികേര ദിനം. മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലോ നാളികേരം. നാളികേരമില്ലാത്ത കറി ഉണ്ടാവില്ല, വളരെ ചുരുക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ലൈം ജ്യൂസാണ്. അതായത് തേങ്ങ പാല് ചേർത്തിട്ടുള്ള ഒരു ലൈം ജ്യൂസ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി നമുക്ക് ഒരു മിക്സിയുടെ ഒരു ജാറെടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി, ചെറുതായി അരിഞ്ഞ ഇഞ്ചി ചേർക്കുക. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് 1 നാരങ്ങയുടെ നീര്, പിന്നെ ചേർക്കാൻ പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്. പിന്നെ വളരെ കുറച്ച് മാത്രം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ്സിന് മാത്രമുള്ള ലൈം ജ്യൂസിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് ലൈം ജ്യൂസിൻ്റെ അളവ് കൂട്ടാം, അതുപോലെ തേങ്ങ ചെരുവിതും കൂട്ടാം. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് പഞ്ചസാരയാണ്. പഞ്ചസാരയൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ അത്രേ ഞാൻ ചേർത്തുള്ളൂ. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാൻ എല്ലാം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. തേങ്ങ എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തേങ്ങ എടുക്കാൻ പാടില്ല, അധികം മൂത്ത തേങ്ങയും പാടില്ല ഈ ജ്യൂസിന്. അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതുപോലെ നന്നായി അരിച്ചെടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജ്യൂസ് ഇതാ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ ഐസ് കട്ട വേണ്ടവർക്ക് അത് ചേർക്കാം, ഇല്ലാത്തവർ ചേർക്കണ്ട. ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ ഐസിൻ്റെ ഒന്നും ചേർക്കാൻ പറ്റില്ല. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അടിപൊളിയായിട്ടുള്ള ലൈം ജ്യൂസ് റെഡിയായി. കോക്കനട്ട് ലൈം ജ്യൂസ്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണം, എന്നിട്ട് എനിക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എന്ത് കഴിഞ്ഞാലും നിങ്ങൾ ഈ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റാണ്, ശരിക്കും നല്ല ടേസ്റ്റാണ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പിയോ ടിപ്സോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ലവ് യു ഓൾ, ബൈ, താങ്ക് യു.